ഇപ്പോൾ നമ്മളുടെ കൂടെ ദോഹയിൽ നിന്നും ഷംസീർ കൂടി ചേരുന്നുണ്ട്. നമസ്കാരം. ആദ്യം തന്നെ ചോദിക്കുകയാണ്, ഇപ്പോൾ ദോഹയിലെ സാഹചര്യം എങ്ങനെയാണ്? താങ്കൾ അവിടെ സേഫ് ആണോ? നിലവിലെ സാഹചര്യം ഏത് രീതിയിലാണ് ഇപ്പോൾ ദോഹയിൽ ഈ ഒരു ആക്രമണമൊക്കെ നടക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോകുന്നത്? നമസ്കാരം, ഗുഡ് മോർണിംഗ്. പ്രസന്റ് ഇപ്പോൾ വർക്കുകൾക്ക് ഹോമിൽ തന്നെയാണ്, വർക്ക് ഹോം ആണ് കൊടുത്തിരിക്കുന്നത്. ഗവൺമെന്റും പ്രൈവറ്റ് സർക്കിളൊക്കെ വർക്ക് ഹോം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളിപ്പോ ഇവിടെ സേഫ് ആണ്. പിന്നെ അതുപോലെ തന്നെ എയർപോർട്ടൊക്കെ പൂർണ്ണമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. എയർപോർട്ടിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. എയർപോർട്ടിന്റെ കാര്യത്തിൽ ഇന്നത്തോടുകൂടി തീരുമാനമാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വേറെ ഇൻഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. മാത്രമല്ല, ഇപ്പം എംബസിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് നല്ല സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 24 hours എംബസി അവൈലബിൾ ആണ്. അതുകൂടാതെ പിന്നെ ഭക്ഷണ സാധനങ്ങൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ ഞങ്ങൾ റൂമിൽ നിന്നുകൊണ്ട് തന്നെയാണ് വർക്കുകളൊക്കെ ചെയ്യുന്നത്. സാങ്കേതിക പ്രശ്നം നേരിടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ദോഹയിലെ സാഹചര്യം നിയന്ത്രണ വിധേയമാണ്. ഭയപ്പെടേണ്ട യാതൊരു പ്രശ്നങ്ങളും ഇപ്പോൾ അവിടെ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും വിമാന സർവീസുകളുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഷംസീർ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഷംസീർ, കേൾക്കാമോ? കേൾക്കാം. നേരത്തെ ഒരു സാങ്കേതിക പ്രശ്നം നേരിട്ടു എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വീടുകളിൽ തന്നെ അല്ലെങ്കിൽ ഫ്ളാറ്റുകളിൽ തന്നെ തുടരുന്ന സാഹചര്യമാണോ ഉള്ളത്? അതെ, ഫ്ലാറ്റുകളിൽ തന്നെ തുടരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ഉള്ളത്. വർക്കുകളൊക്കെ ഹോം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അത് കൂടുതൽ വിവരങ്ങൾ അവർ എല്ലാ ദിവസവും തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മണിക്കൂറുകളിലും ഞങ്ങൾക്ക് സൈറൺ വരുന്നുണ്ട്. അതിന് ആ സൈറണിലൂടെ ഞങ്ങൾക്ക് ഇൻഫോം ചെയ്യുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തരുന്നുണ്ട്. എംബസിയുടെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് തന്നെയാണ് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എംബസി 24 hours ചെയ്തിട്ടുണ്ട്. സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ടോ അവര്? അതെ, അവർ മൊബൈലിലേക്കാണ് സൈറൺ തന്നിരിക്കുന്നത്. ആ മൊബൈൽ സൈറണിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള സന്ദേശം തന്നെ തരുന്നുണ്ട്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ വ്യക്തമായ സന്ദേശം തന്നെ നമുക്ക് തരുന്നുണ്ട്. ശരി, എന്തായാലും സുരക്ഷിതമായി നിർദ്ദേശങ്ങൾ പാലിച്ച് സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ തുടരുക. എത്രയും വേഗം ഈ ഒരു സമാധാനം അല്ലെങ്കിൽ ആക്രമണ രീതിയൊക്കെ മാറി ഒരു സമാധാനപരമായ രീതിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മളടക്കം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണാധികാരികൾ നൽകുന്ന മുന്നറിയിപ്പുകളൊക്കെ പാലിച്ച് കൃത്യമായി സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ തുടരാൻ താങ്കളോടടക്കം മറ്റു പ്രവാസികളോടടക്കം ആവശ്യപ്പെടുകയാണ്.